ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം ഒരുപാട് ആൾക്കാരെ അലട്ടുന്നതും പ്രശ്നവും ഉണ്ടാക്കുന്നതായ ഉപ്പൂറ്റി വേദനയെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ദീർഘനേരത്തെ ഉറക്കത്തിന് ശേഷം കാലുകൾ എടുത്ത് നിലത്ത് വെക്കുമ്പോഴും രണ്ട് ചുവടുകൾ മുന്നിലേക്ക് വെക്കുമ്പോഴും പിന്നീട് ഈ ചുവടുകളുടെ എണ്ണം കൂടുമ്പോൾ വേദന മാറുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് അറിയുന്നതിനേക്കാളും മുമ്പേ തന്നെ പ്ലാന്റാർ ഫേഷ്യ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളംകാലിൽ അല്ലെങ്കിൽ കാലിന്റെ 5 വിരലുകളിൽ നിന്നും തുടങ്ങി നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഫാറ്റ് പാഡ് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു വെളുത്ത പാട, അതിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളംകാലിലുള്ളതാണ്. ഈ ഉള്ളംകാലിലുള്ള ഈ പ്ലാന്റാർ ഫേഷ്യയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഷോക്ക് അബ്സോർബിങ് എഫക്റ്റ് തരാനായിട്ട്, അതായത് നമ്മുടെ കാലിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ ഡാമേജ് ആകാണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷീറ്റാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഇത് ഡാമേജ് ആകുമ്പോഴാണ് പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നത്. അതായത് ഇൻഫ്ലമേഷൻ, ഐറ്റിസ് എന്ന് പറയും. പ്ലാന്റാർ ഫേഷ്യയുടെ എക്സ്റ്റൻഷനിലെ ഐറ്റിസ് എന്ന് പറയുന്ന ഒരു ഫോം വരുമ്പോഴാണ് ഈ കണ്ടീഷനിലേക്ക് ഇത് മാറുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൂടുമ്പോഴാണ് പ്ലാന്റാർ ഫേഷ്യ ഡാമേജ് ആകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും അധികം നടക്കുന്നതും യൂസ് ചെയ്യുന്നതും ഒക്കെ എന്ന് പറയുന്നത് ടൈൽസ്, മാർബിൾ, ഗ്രാനൈറ്റ് എന്നതിന്റെ മണ്ടയിലൂടെയാണ് നമ്മൾ കൂടുതൽ നേരം നടക്കുന്നത്. പക്ഷെ പണ്ട് കാലങ്ങളിൽ കുറച്ചും കൂടി പരുക്കനായിട്ട് റഫായിട്ടുള്ള സർഫസിലൂടെ ഒക്കെ തന്നെ നമ്മൾ കുട്ടിക്കാലം മുതലേ നടക്കുമ്പോൾ നമ്മൾ ഈ പ്ലാന്റാർ ഫേഷ്യ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആകുകയും അതേപോലെ നമ്മുടെ കാഫ് മസിൽസ്, ബാക്കിലുള്ള നമ്മുടെ കാലിന്റെ പുറകിലുള്ള എല്ലാ മസിൽസും നല്ല സ്ട്രെങ്തൻ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടും തന്നെ നമുക്ക് ഈ പ്ലാന്റാർ ഫേഷ്യ അധികം ഡാമേജ് ആകാറില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും ഈ പ്രശ്നം ഉണ്ടാകുന്നത് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ ഉപയോഗിക്കുന്ന ഷൂസുകളായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഇത് നമ്മൾ നടക്കുന്ന സർഫേഴ്സ്, ഇതെല്ലാം തന്നെ അതിന്റെ വലിയൊരു ഫാക്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗുരുത്വാകർഷണ ബലം ഉള്ളിലേക്ക് ചെല്ലുന്നതിന്റെ അബ്സോർബിനെ കുറയ്ക്കുകയാണ് ഈ പ്ലാന്റാർ ഫേഷ്യ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നമ്മൾ ക്രമേണയായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ പ്ലാന്റാർ ഫേഷ്യ പിന്നീട് ഡാമേജ് ആയി പോവുകയും ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഓടുന്ന കായിക ക്ഷമത അല്ലെങ്കിൽ കായികത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നേരം അടുക്കളകളിൽ ചെലവഴിക്കുന്ന നമ്മുടെ അമ്മ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രാവിലെ അടുക്കളയിൽ കയറുന്നു, വൈകുന്നേരം ഇറങ്ങുന്നു, ഏറ്റവും കൂടുതൽ നിപ്പാണ്, അങ്ങനെയുള്ള ആൾക്കാരിലും ഈ പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് കാണാറുണ്ട്. അതേപോലെ തന്നെ ഭാരം കൂടിയ വ്യക്തികളിൽ, അതായത് വണ്ണമൊക്കെ, നമ്മുടെ വണ്ണം, തടി ഇതൊക്കെ കൂടുതൽ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഈ പറഞ്ഞ നമ്മുടെ കാലിന്റെ പാദത്തിലേക്കാണ് ഏറ്റവും കൂടുതലും പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സും വളരെ കൂടുതലാണ്. അത് ക്രമേണ ഈ പ്ലാന്റാർ ഫേഷ്യയെ ഡാമേജ് ആക്കുകയും ചെയ്യും. അതുപോലെ പോലീസ് ഓഫീസേഴ്സ്, സെയിൽസ്മാന്, പിന്നെ ദീർഘനേരം നിൽക്കുന്ന എന്ത് ജോലി ചെയ്യുന്ന വ്യക്തികളിലും ഈ പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യ ഡാമേജ് ആകും. കാരണം ഒരുപാട് ആദ്യകാലങ്ങളിലൊന്നും തോന്നിയില്ല എങ്കിലും ക്രമേണ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ നിന്ന് നടന്ന് ജോലി ചെയ്യുന്ന സമയങ്ങളിലൊന്നും തന്നെ നിങ്ങളെ ഈ വേദന അലട്ടിയില്ല എങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പ്ലാന്റാർ ഫേഷ്യേറ്റിസിന്റെ തുടക്കമാണ്. ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിനെ നന്നായിട്ട് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു കാര്യം തന്നെയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. കേൾക്കുമ്പോൾ ഇത് വലിയൊരു കട്ടിയുള്ള ഒരു കണ്ടീഷൻ പോലെ നമുക്ക് തോന്നുമെങ്കിലും തുടക്കത്തിലെ പരിഹരിച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ രോഗനിർണയം നടത്താം എന്ന് ചോദിച്ചാൽ, ടെൻഡർ പോയിന്റുകൾ, അതായത് ഇപ്പം സപ്പോസ് നമ്മുടെ കാലിന്റെ പാദം ഇതാണെങ്കിൽ നമ്മൾ ഈ വിരലിന്റെ അവിടെ നിന്ന് ഉപ്പൂറ്റിയിലേക്ക് നമ്മൾ വിരൽ നല്ല ശക്തിയായിട്ടൊന്ന് ബലത്തിൽ താഴേക്ക് നമ്മളൊന്ന് ഓടിക്കുന്ന ടൈമിൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഏരിയയിൽ വേദന അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതൊരു ഫസ്റ്റ് ടെൻഡർ പോയിന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ കാല് ചുരുക്കി നമ്മളിങ്ങനെ പിടിക്കണം. കാലിലെ ചുരുക്കി ഇങ്ങനെ പിടിച്ച ശേഷം കാലൊന്ന് അകത്തുന്ന ടൈമിലും നമുക്ക് വേദന ഉണ്ടെങ്കിൽ അതും പ്ലാന്റാർ ഫേഷ്യേറ്റിസ് തന്നെയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള രോഗലക്ഷണങ്ങൾ, കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കാലെടുത്ത് നിലത്ത് വെക്കുന്ന സമയത്ത് ഉപ്പൂറ്റിയിലേക്കുള്ള വേദന, രണ്ട് ചൂട് മുന്നിലേക്ക് വെക്കുമ്പോഴുള്ള വേദന, പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ വർക്കിലേക്ക് ഏർപ്പെടുന്നു, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ആ വേദന കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെയ്യുന്നു. വീണ്ടും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആണെന്ന് നിങ്ങൾക്ക് രോഗനിർണയം നടത്താം. ഇത് എക്സ്റേയിലൂടെ നമുക്ക് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എക്സ്റേയിലൂടെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അല്ല, ഇനി കാൽക്കീനിയൽ സ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. ഈ
പ്ലാന്റർ ഫേഷ്യേറ്റീസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് ഒക്കെ ഉള്ള വ്യക്തികളിൽ, ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആർച്ച് ഉണ്ട് കാലിന്, ഈ ആർച്ച് നഷ്ടപ്പെട്ടു പോയിട്ട് അതിങ്ങനെ ഫ്ലാറ്റ് ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഫുട്ട് കാരണം തന്നെ ആ ടെൻഷൻ കൂടും. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ ആ താഴെ ഇരിക്കുന്ന ഒരു ഫേഷ്യ ഉണ്ട്, ആ ഫേഷ്യയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ ക്രമേണ പോയി കഴിയുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റിയുടെ എല്ലും കാലിന്റെ വിരലിന്റെ എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും ഈ പറഞ്ഞ എല്ലിന് ഡാമേജ് ഉണ്ടാകുകയും പിന്നീട് അവിടെ ഒരു സ്പർ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബോൺ ഗ്രോത്ത് ഉണ്ടാകുകയൊക്കെ ചെയ്യും. അത് നമുക്ക് എക്സ്റേക്കകത്തൂടെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും തുടക്കത്തിൽ തന്നെ. അതുകൊണ്ട് എക്സ്റേ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ടെൻഡർ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ പറ്റും. പിന്നീട് MRIക്കകത്തൂടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നമ്മുടെ പ്ലാന്റർ ഫേഷ്യേറ്റീസിന്, പ്ലാന്റർ ഫേഷ്യയ്ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇതാണ് അതിന്റെ രോഗനിർണയം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. റെസ്റ്റ്, ഐസിങ് ആണ്. അപ്പൊ ഈ വേദനയുള്ള ഭാഗം നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വിരലിന്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ അമർത്തി നോക്കുമ്പോൾ നമ്മൾ ഉപ്പൂറ്റിയുടെ ഏരിയയിൽ പെയിൻ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐസ് മസാജ് ചെയ്യാൻ പറ്റും. അത് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ച ശേഷം നമ്മൾ നിലത്ത് വെച്ച് കുപ്പിയുടെ മണ്ടയ്ക്കൂടെ നമ്മളിങ്ങനെ കാല് ചവിട്ടി അത് ഒന്ന് ഉരയ്ക്കുന്നത് പോലെ ആക്കണം. അപ്പൊ നമുക്ക് ഈ പെയിൻ ഉണ്ടെങ്കിലും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഒരു മൈക്രോ മസാജ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മുറിവെണ്ണ അങ്ങനെയുള്ള ഓയിലുകളൊക്കെ നമ്മുടെ ഉപ്പൂറ്റിയിൽ പുരട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യുകയും, അതേപോലെ തന്നെ ഇതെല്ലാം ചെയ്ത ശേഷം തന്നെ ഒരു ചൂടുവെള്ളവും തണുത്ത വെള്ളവും എടുത്തു വെക്കണം. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ലൂക്ക് വാം വാട്ടർ, നിങ്ങൾക്ക് കാല് മുക്കി വെക്കാൻ പറ്റുന്നത് പോലെയുള്ള ഒരു ചൂടുവെള്ളം എടുത്തു വെക്കുക. തണുത്ത വെള്ളം എന്ന് പറയുമ്പോഴത്തേന് ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന നമ്മൾ നല്ല ഒരുപാട് -ഡിഗ്രിയിലേക്ക് പോകുന്ന തണുത്ത വെള്ളമല്ല, ഒരു നോർമൽ ടാപ്പ് വാട്ടർ ആണെങ്കിലും ഓക്കെയാണ്. അപ്പം നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഒരു 3 മിനിറ്റ് കാല് വെച്ച ശേഷം നിങ്ങൾ 1 മിനിറ്റ് സാധാ വെള്ളത്തിലേക്ക് നിങ്ങൾ കാല് വെക്കണം. ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന ചില ചികിത്സാ രീതികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. ഒരു 3 മിനിറ്റ് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കാല് വെച്ച ശേഷം 1 മിനിറ്റ് നിങ്ങൾ സാധാ വെള്ളത്തിലേക്ക് കാല് വെക്കണം. വീണ്ടും ഈ കാല് ഈ ഇരിക്കുന്ന സാധാ നമ്മുടെ തണുത്ത വെള്ളത്തിൽ ഇരിക്കുന്ന കാല് വീണ്ടും എടുത്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ 3 മിനിറ്റ് വെക്കണം. അങ്ങനെ നിങ്ങൾ മാറി 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 ചെയ്യുക. ഇത് നമുക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഐസ് കൊണ്ടുള്ള മസാജ്, കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അത് റോൾ ചെയ്യുന്നതാണ് അതിനകത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞ മുറിവെണ്ണ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉപ്പൂറ്റിയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തന്നെ ഉപ്പൂറ്റിയുടെ ഏരിയയിൽ ലൈറ്റായിട്ട് മസാജ് ചെയ്യുക. കാല് ഉയർത്തി വെച്ച് തന്നെ കിടക്കുക. ഈ പറഞ്ഞ പെയിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേദന നിങ്ങൾക്ക് ശമിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നിങ്ങളുടെ എക്സസൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. എക്സസൈസ് സാധാരണ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു മാറ്റ് എടുക്കുക. മാറ്റ് നിലത്തിട്ട ശേഷം നിങ്ങളുടെ കാലിന്റെ വിരൽ കൊണ്ട് അതിനിങ്ങനെ നിങ്ങൾ മുറുക്ക പിടിക്കാനായിട്ട് ശ്രമിക്കുക. അത് നല്ലൊരു എക്സസൈസ് ആണ്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ പാദം ഇങ്ങനെ മുന്നിലേക്കും പുറകിലേക്കും ആക്കുക. അല്ലെങ്കിൽ മുന്നിലേക്കും പുറകിലേക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്സിലേറ്റർ പമ്പ് നമ്മളിങ്ങനെ പെഡലിൽ ചവിട്ടുന്നത് പോലെ നിങ്ങൾ മൂവ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. പലർക്കും പ്ലാന്റർ ഫേഷ്യേറ്റീസിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ മെഡിസിൻ കിട്ടുകയാണെങ്കിൽ മെഡിസിൻ കഴിക്കുക. മെഡിസിനോടൊപ്പം തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഇതുപോലത്തെ മൈക്രോ മസാജുകൾ, അതേപോലെ വെള്ളത്തിൽ നിങ്ങൾ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കാലുകൾ മാറ്റി മാറ്റി വെക്കുക. അതേപോലെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതാണ് ഐസ് വെച്ചിട്ടുള്ള മസാജ് അല്ലെങ്കിൽ ആ റോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റർ ഫേഷ്യ അല്ലെങ്കിൽ പ്ലാന്റർ ഫേഷ്യ ഡാമേജ് ആയത് തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചാൽ തിരിച്ച് കിട്ടും. പക്ഷെ വീണ്ടും ഫർദർ ഡാമേജ് ആകാണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് MCR ചെപ്പൽസുകൾ യൂസ് ചെയ്യണം. MCR ചെപ്പൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. MCR ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് മേടിച്ച് കാലിലിട്ട് നടക്കുക എന്നല്ല. ഈ ഒരുപാട് പേര് ഹൈ ഹീൽസും പ്രോപ്പറായിട്ടുള്ള ആർച്ചുകളും ഒന്നുമില്ലാത്ത ഷൂസുകൾ ഉപയോഗിച്ച് നടക്കുകയും വ്യായാമത്തിന് പോവുകയും നടക്കാൻ പോവുകയും ഓടാൻ പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ഡാമേജുകൾ ഉണ്ടാവും. സോ MCR മീൻസ് മൈക്രോ സെല്ലുലാർ റബ്ബർ എന്നാണ് പറയുന്നത്. ഈ പടത്തിൽ കാണുന്നത് പോലുള്ള ചപ്പൽസ് ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് നമുക്ക് ഗുണം കിട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന കാര്യം കുറയും MCR ചപ്പൽസുകൾ യൂസ് ചെയ്യുന്ന ടൈമിൽ. ഇതിട്ട് മാത്രം നമ്മൾ വേദന കുറയുന്നിടം വരെ നമ്മൾ നന്നായിട്ട് നടക്കുക.
വേദനയെല്ലാം കുറഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വാമപ്പ് എന്ന് പറയുന്ന കാര്യം ചെയ്യണം. വാമപ്പിന് വേണ്ടി ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചൂടുവെള്ളം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇളം ചൂടുവെള്ളത്തിലേക്ക് കാലൊരു 2-3 മിനിറ്റ് നിങ്ങൾ വെച്ച ശേഷം മാത്രമേ ഈ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാവൂ. അതേപോലെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുക, അതേപോലെ ഒരു ഓർത്തോപീഡിഷ്യനെ കൺസൾട്ട് ചെയ്യുക. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു നല്ല ഫോളോ അപ്പിൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. സോ നിങ്ങൾക്ക് പ്ലാന്റർ ഫേഷ്യായിറ്റിസ് അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പൂറ്റി വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക.